ഓളപ്പരപ്പിലെ ഒളിമ്പിക്സായ നെഹ്റു ട്രോഫി വള്ളംകളി ഇന്ന് ജലമാമാങ്കത്തിന്റെ ആവേശത്തിലാണ് ആലപ്പുഴ പുന്നമടയിലെ നെഹ്റു ട്രോഫി ജലവേള. മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. 71 കളിവള്ളങ്ങൾ ഈ കുറി മാറ്റിവെക്കുന്നുണ്ട്. 22 ചുണ്ടൻ വള്ളങ്ങൾ പങ്കെടുക്കും. സുധീഷ് ഗോപാലും അരുൺ കൊടുങ്ങൂരും മനോജും മിഥുൻ അയ്യപ്പനും വിശദാംശങ്ങൾ നൽകും. നേരെ അരുൺ കൊടുങ്ങൂരിലേക്കാണ് പോകുന്നത്. അരുൺ, ഇന്നിപ്പോൾ ആവേശത്തിൻ്റെ ദിനമാണ്. കഴിഞ്ഞ തവണ നേടിയ കളിവള്ളങ്ങൾക്കപ്പുറത്തേക്ക് ഈ തവണ കാരിച്ചാലും ചമ്പക്കുളവും ഒക്കെ വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട്. ഉച്ച കഴിഞ്ഞാൽ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം ആരംഭിക്കുകയാണല്ലോ. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടോ അരുൺ? തീർച്ചയായും എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. എല്ലാവരും കാത്തിരിക്കുന്നത് ഒരേ ഒരു നിമിഷത്തിനായി, ആദ്യ തുഴ വെള്ളത്തിൽ വീഴുന്ന ആ ഒരു സമയത്തിനായി. അല്പസമയത്തിനുള്ളിൽ തന്നെ വള്ളംകളിയുടെ ആവേശമെല്ലാം ആവാഹിച്ചുകൊണ്ട് ആദ്യ ചെറുവള്ളങ്ങളുടെ മത്സരം ആരംഭിക്കും. എന്തായാലും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ നിരവധി ആളുകളാണ്, വള്ളംകളി പ്രേമികളാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു ആശങ്കയായി മഴ ഇപ്പോൾ പെയ്യുകയാണ്. എന്തായാലും എല്ലാ വള്ളംകളിക്കും മഴയുള്ളതാണ്. പക്ഷേ മഴയൊന്നും തന്നെ വള്ളംകളിയുടെ ആവേശത്തിന് അത് യാതൊരു തരത്തിലുള്ള കുറവും വരുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും എല്ലാവരും ആവേശത്തിലാണ്, എല്ലാവരും ആ ഒരു വള്ളംകളി തുടങ്ങുന്നതിനുള്ള ഒരു ആവേശത്തിലാണ്. എങ്ങനെയാണ് മഴ ഒരു ആശങ്ക ഉണ്ടാക്കുമോ? മഴ എങ്ങനെയാണ് ഒരു ആശങ്ക ഉണ്ടാക്കും? മഴ അവർക്ക് നല്ലതാണ്, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, കാഴ്ചക്കാർക്ക് ബുദ്ധിമുട്ടേ ഉള്ളൂ. മഴ അവർക്ക് നല്ലതാണ്. ഇത്തവണത്തെ മത്സരം എങ്ങനെയാണ്? ഇത്തവണത്തെ മത്സരത്തെ എങ്ങനെയാണ്? മത്സരം നല്ല ടൈറ്റ് മത്സരമാണ്. ഇതുവരെ നെഹ്റു ട്രോഫിയിൽ ഈ 75ാമത്തെ നടക്കുന്നതിൽ ഏറ്റവും മത്സരമാണ് ഇത്തവണ. അങ്ങനെ ഞങ്ങൾ അത്ര ഇതായിട്ട് നോക്കിയിരിക്കുകയാണ്. ഏത് ടീമിനെയാണ് പിന്തുണയ്ക്കുന്നത്? ഞങ്ങൾ PVC മേപ്പാടം. തവണ കപ്പടിക്കും. മക്കളുണ്ട് ഔത്തേലൊക്കെ കപ്പടിക്കും. എല്ലാവരും ആ ഒരു ആവേശത്തിൽ തന്നെയാണ്. എല്ലാ ഇടങ്ങളിലും അങ്ങനെ വഞ്ചിപ്പാട്ടുകൾ നിറയുന്നു, ആർപ്പുവിളികൾ നിറയുന്നു. എല്ലാവരും ആ ഒരു കാത്തിരിപ്പിൽ തന്നെയാണ്. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ചെറുവള്ളങ്ങളുടെ മത്സരം ആരംഭിക്കാനുള്ളത്. ചെറുവള്ളങ്ങളുടെ മത്സരം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പുന്നമടയിൽ ഒന്നാകെ ആവേശം ഉയരുകയാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് 2 മണിയോടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്, വള്ളംകളിയുടെ ഉദ്ഘാടന ചടങ്ങ് നടക്കുക. മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കും. അതിനുശേഷമാണ് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം നടക്കുക. 22 ചുണ്ടൻ വള്ളങ്ങളാണ് ഇക്കുറി മാറ്റുരയ്ക്കുന്നത്. എന്തായാലും എല്ലായിടങ്ങളിലും അങ്ങനെ ആവേശം അലതല്ലുന്ന ഒരു കാഴ്ചയാണ്. എല്ലാ ഇടങ്ങളിലും വഞ്ചിപ്പാട്ടിൻ്റെ ഈരടികളിൽ പുന്നമട ഒന്നാകെ, ആലപ്പുഴ ഒന്നാകെ, നാട്ടുവഴികളൊക്കെ തന്നെ നമുക്ക് ഈ കാണുന്നതാണ് ഫിനിഷിംഗ് പോയിന്റ്. ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എല്ലാ കണ്ണുകളും ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് മാറുകയാണ്. എന്തായാലും വലിയൊരു ആവേശത്തോടെയാണ് എല്ലാവരും ഈ മത്സരത്തെ കാത്തിരിക്കുന്നത്. ഒരു സംശയമുള്ളത്, നമുക്കറിയാമല്ലോ, PBCയുടെ ഒരു വലിയ കുത്തകയായിരുന്നു 2018 മുതൽ നെഹ്റു ട്രോഫി. 2018, 2019, 2022, 23, 24, അതായത് നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ തന്നെ തുടർച്ചയായി 5 തവണ വെള്ളിക്കപ്പിൽ മുത്തമിട്ടുകൊണ്ട് വലിയൊരു ആധിപത്യം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനുണ്ടായിരുന്നു. എന്നാൽ PBCയുടെ ആ ആധിപത്യത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ വർഷം വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരി, VBC എന്ന ഒരു പുതിയ ക്ലബ്ബ് വലിയ ആധിപത്യം നേടിക്കൊണ്ട് കഴിഞ്ഞ തവണ വിയ്യപുരത്തിൽ അവർ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടു. അപ്പോൾ ഈ തവണ ഏതൊക്കെ ക്ലബ്ബുകളാണ് വിജയത്തിലേക്ക് എത്താൻ സാധ്യതയുള്ളത്? UBC കൈനഗിരിയുണ്ട്, PBC ഉണ്ട്, അതോടൊപ്പം തന്നെ വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരിയുണ്ട്. ഇനിയും കുട്ടനാടിൻ്റെ കരുത്ത് മാറ്റിവെച്ച് കഴിഞ്ഞാൽ അങ്ങ് കോട്ടയത്ത് നിന്ന് വരുന്ന കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകളുണ്ടല്ലോ. അരുണിനോടാണ് ചോദിച്ചത്. അരുൺ പറയൂ. പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് പുന്നമടയുടെ തീരത്ത് നിന്നുള്ള ആവേശ കാഴ്ചകളാണ്. നെഹ്റു ട്രോഫിയുടെ ഫിനിഷിംഗ് പോയിന്റിലും അതോടൊപ്പം തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റിലുമെല്ലാം ഇപ്പോൾ തന്നെ ജനസാഗരമായി കഴിഞ്ഞിരിക്കുന്നു. ചെറു കളിവള്ളങ്ങളുടെ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം നടക്കുക ഉച്ചതിരിഞ്ഞാണ്. അരുൺ കൊടുങ്ങൂര് ഫിനിഷിംഗ് പോയിന്റിൽ നിന്നുള്ള വിശദാംശങ്ങളാണ് നൽകിയത്. ഇനി മിഥുൻ അയ്യപ്പനിലേക്കാണ് പോകുന്നത്. മിഥുൻ, ഉച്ച കഴിഞ്ഞാണല്ലോ ഈ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം ആരംഭിക്കുക. നേരത്തെ ഞാൻ ചോദിച്ചത് വിവിധ ക്ലബ്ബുകളുടെ ആധിപത്യം സംബന്ധിച്ചായിരുന്നു. UBCയും PBC
സിയുടെയും ഒക്കെ വലിയ ആധിപത്യത്തിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ തവണ വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരി 2025 നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടത്. ഈ തവണ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള ക്ലബ്ബുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ വള്ളങ്ങളിലാണ് അവൾ തുഴയുന്നത്? ഞാനിപ്പോൾ നിൽക്കുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് ഗൗതം. ഇപ്പോൾ അവിടെ ഇരുളൻ വള്ളങ്ങളുടെ, അതായത് ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ, അവരുടെ ഒരു ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി ഉള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഈ 4 വള്ളങ്ങളും, അതായത് ആദ്യ മത്സരത്തിൽ പങ്കെടുക്കുന്ന സെന്റ് സെബാസ്റ്റ്യൻ, അതുപോലെ തന്നെ ചെറിയ പണ്ഡിതൻ, ഹനുമാൻ നമ്പർ 2, തട്ടകത്തമ്മ എന്നീ 4 സി ഗ്രേഡ് വള്ളങ്ങളാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഈ ട്രാക്കിലായി അണിനിരന്നിരിക്കുന്നത്. ഒന്നാം ട്രാക്കിലാണ് സെന്റ് സെബാസ്റ്റ്യൻ വള്ളത്തിൽ തൊയ്യക്കാവ് ദേശം ബോട്ട് ക്ലബും, രണ്ടാം ട്രാക്കിൽ ചെറിയ പണ്ഡിതൻ വള്ളത്തിൽ മഞ്ഞനക്കാട് ബോട്ട് ക്ലബ്ബ് ഞാറക്കലും, അതുപോലെ തന്നെ മൂന്നാം ട്രാക്കിൽ ഹനുമാൻ നമ്പർ 2 വള്ളത്തിൽ YSBC കുമരകം യുവശക്തി ബോട്ട് ക്ലബ്ബ് കുമരകവുമാണ് മൂന്നാം ട്രാക്കിലുള്ളത്. നാലാം ട്രാക്കിൽ തട്ടകത്തമ്മ വള്ളത്തിൽ തിരുത്തിപ്പുറം ബോട്ട് ക്ലബ്ബ്. ഇങ്ങനെ ഈ 4 ബോട്ടുകൾ ഇപ്പോഴിതാ 4 വള്ളങ്ങൾ ഇപ്പോഴിതാ ഈ ട്രാക്കിൽ അണിനിരന്ന് കഴിഞ്ഞു. ഇപ്പോഴിതൊരു വലിയ ഒരു മഴ ഇവിടെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ മത്സരങ്ങൾ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ശക്തമായിട്ടുള്ള ഒരു മഴയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. ആകാശം വളരെ മൂടപ്പെട്ടാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. ഏതായാലും മത്സരങ്ങളുടെ മുന്നോടിയായി അവരുടെ സ്റ്റാർട്ടിങ്ങിന് തൊട്ട് പിന്നാലെ ഗേറ്റുകൾ മാറ്റുന്നതും അതിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ക്ഷമമാണോ എന്ന് ചെക്ക് ചെയ്യുന്ന നടപടികളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ സ്ഥലങ്ങളിലെത്തി എല്ലാ ട്രാക്കിൻ്റെ എല്ലാ സാങ്കേതിക വശങ്ങളും വീണ്ടും പരിശോധിക്കുന്നുണ്ട്. നേരത്തെ ആദ്യഘട്ടത്തിൽ ഒരു പരിശോധന നടത്തിയതിൽ ഒന്നിച്ച് ആ ഗേറ്റുകൾ താഴേക്ക് വീണിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവ ഒന്ന് വീണ്ടും പുനഃക്രമീകരിക്കുകയാണ് ഇപ്പോൾ ട്രാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മത്സരങ്ങളുടെ ആദ്യ മത്സരമാണ് ഈ നെഹ്റു ട്രോഫി വള്ളംകളിയിലെ ആദ്യ മത്സരങ്ങളാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഹീറ്റ്സ് മത്സരങ്ങൾ. ആ ഹീറ്റ്സ് മത്സരങ്ങളുടെ ആദ്യത്തെ മത്സരം ഇരുട്ടുകുത്തി സി ഗ്രേഡ് വള്ളങ്ങളുടെ മത്സരമാണ് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കേണ്ടത്. ഇപ്പോൾ ഏതായാലും ആ ഒരു ട്രാക്കുകളെല്ലാം തന്നെ സജ്ജമായി കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ അനൗൺസ്മെന്റിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടനെ തന്നെ ഈ ഹീറ്റ് മത്സരങ്ങൾ ആരംഭിക്കും. ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം ആരംഭിക്കുകയാണ്. നല്ല മഴ ഇപ്പോൾ മഴയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഈ ആവേശം കെടുത്തുമോ അതോ ആവേശം ഉയർത്തുമോ എന്നുള്ളതാണ് നമുക്ക് എടുത്തു കാണിക്കേണ്ടത്. പ്രത്യേകിച്ച് മഴ സമയങ്ങളിൽ ഈ തുഴച്ചിൽക്കാരുടെ പ്രകടനം അല്ലാത്ത സമയങ്ങളിലുള്ള പോലെ പൂർണ്ണ തോതിൽ ലഭ്യമാകാറില്ല എന്നുള്ള ഒരു വിശകലനം എല്ലാം തന്നെയുണ്ട്. അത് ഈ മഴ എങ്ങനെ ബാധിക്കും, അതായത് ചില വള്ളങ്ങൾ തുഴയുമ്പോൾ മഴയുണ്ടായിരുന്നു, ചിലയുള്ളപ്പോൾ മഴയില്ലാത്ത കാലാവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ളതെല്ലാം വലിയ രീതിയിൽ അവർ ഉന്നയിക്കാനുള്ളൊരു സാധ്യതയൊക്കെയുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ എല്ലാവരും സജ്ജമായി തന്നെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതാ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഇരുട്ടുകുത്തി സി ഗ്രേഡ് വള്ളങ്ങളുടെ മത്സരമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഒന്നാം ട്രാക്കിൽ സെന്റ് സെബാസ്റ്റ്യൻ വള്ളത്തിൽ തൊയ്യക്കാവ് ദേശവും, രണ്ടാം ട്രാക്കിൽ ചെറിയ പണ്ഡിതൻ സി ഗ്രേഡ് വള്ളവും അതിൽ മഞ്ഞനക്കാട് ബോട്ട് ക്ലബ്ബ് തുഴയുന്ന, മൂന്നാം ട്രാക്കിൽ YSBC കുമരകം യുവശക്തി ബോട്ട് ക്ലബ്ബ് തുഴയുന്ന ഹനുമാൻ നമ്പർ 2 വള്ളവും, അതുപോലെ തന്നെ തുരുത്തിപ്പുറം ബോട്ട് ക്ലബ്ബ് തുഴയുന്ന തട്ടകത്തമ്മ വള്ളം നാലാം ട്രാക്കിലുമാണ് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇതാ സ്റ്റാർട്ടിംഗ് പോയിന്റ് വിട്ട് വള്ളങ്ങൾ കടന്നു പോയിരിക്കുകയാണ്. വളരെ മനോഹരമായി തന്നെ ഈ മഴയുണ്ടെങ്കിൽ പോലും മനോഹരമായി തന്നെ സ്റ്റാർട്ടിംഗ് ആരംഭിക്കാൻ സാധിച്ചു. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ മത്സരങ്ങൾക്ക് തുടക്കമായിരിക്കുന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റ് കടന്ന് ഇപ്പോൾ ഇരുട്ടുകുത്തി വള്ളങ്ങൾ ഇപ്പോൾ ഇതാ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നെഹ്റു ട്രോഫി ജലോത്സവത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചുകൊണ്ട് ഇരുട്ടുകുത്തി മത്സരങ്ങളുടെ തുടക്കമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഇരുട്ടുകുത്തി വള്ളങ്ങൾ
മത്സരം ആരംഭിച്ചിരിക്കുന്നു. പ്രാഥമിക ഘട്ട മത്സരമാണ് ഈ വേളയിൽ നടക്കുന്നത്. ഫിനിഷിംഗ് പോയിന്റിൽ വലിയ ജനക്കൂട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. മനോജിലേക്ക് കൂടി പോവുകയാണ്. മനോജ്, ഏറ്റവും ആവേശം എന്നത് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഇരുട്ടുകുത്തി മത്സരം ആരംഭിച്ചതായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം എപ്പോഴാണ് ഉച്ച കഴിഞ്ഞ് ആരംഭിക്കുക? മറ്റു വിശദാംശങ്ങൾ പറയൂ മനോജ്. ഗൗതം, ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ, അതായത് ഇരുട്ടുകുത്തി സി ഗ്രേഡ് വള്ളങ്ങളുടെ ഫസ്റ്റ് ഹീറ്റ്സ് ആണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ശേഷം, അതായത് ചെറുവള്ളങ്ങളുടെ എല്ലാം ഹീറ്റ്സുകൾ കഴിഞ്ഞ ശേഷമാണ് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം ആരംഭിക്കുക. 22 ചുണ്ടൻ വള്ളങ്ങളാണ് ഇത്തവണ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ആദ്യം, അതായത് ഇരുട്ടുകുത്തി സി ഗ്രേഡിൽ ആദ്യം മത്സരിക്കുന്നത് 55-ാം നമ്പറിൽ സെന്റ് സെബാസ്റ്റ്യൻ ആണ്. അതായത് തെയ്യങ്കാവ് ദേശം ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ സുജിത്ത് PS, അതോടൊപ്പം തന്നെ അഖിലമ്മയും നേതൃത്വം നൽകുന്ന ഇരുട്ടുകുത്തി വെള്ളം, അതോടൊപ്പം 59-ാം നമ്പർ ചെറിയ പണ്ഡിതൻ വെള്ളം മഞ്ഞനക്കാട് ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ ബിബീഷ് കെയും നിമോദ് MM നേതൃത്വം നൽകുന്ന വെള്ളം, അതോടൊപ്പം 64-ാം നമ്പർ ഹനുമാൻ നമ്പർ 2 OSBC കുമരകത്തിന്റെ നേതൃത്വത്തിൽ വിനീത് MPയും ശ്രീജിത്ത് PC-യും തുഴയെറിയുന്ന ചെറുവെള്ളം ഇരുട്ടുകുത്തി, അതോടൊപ്പം 61-ാം നമ്പർ തട്ടകത്തമ്മ വെള്ളം തുരുത്തിപ്പുറം ബോട്ട് ക്ലബ്ബ് നേതൃത്വം നൽകുന്ന വിജിത്ത് MPയും ആന്റണി ഷെഫിനും തുഴയെറിയുന്ന ഇരുട്ടുകുത്തി വെള്ളം. അങ്ങനെ 4 ചെറുവള്ളങ്ങളാണ്, 4 ഇരുട്ടുകുത്തി സി ഗ്രേഡ് വള്ളങ്ങളാണ് ഹീറ്റ്സ് നമ്പർ 1-ൽ അണിനിരക്കുന്നത്. അവരാണിപ്പോൾ തുഴ ആരംഭിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം അടുത്ത വരുന്ന ഇരുട്ടുകുത്തി സി ഗ്രേഡ് ഹീറ്റ്സ് നമ്പർ 2-ൽ ജിബി തട്ടകൻ, ശ്രീമുരുകൻ, വടക്കുംപുറം, മയിൽ വാഹനൻ എന്നീ വള്ളങ്ങൾ അണിനിരക്കും. അങ്ങനെ ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ ഓരോ ഹീറ്റ്സും കടന്നു പോകും. അല്പസമയത്തിനകം തന്നെ ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ ഹീറ്റ്സ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വള്ളങ്ങളുടെ, ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സുകളാണ് ആരംഭിക്കുന്നത്. അതിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ചുരുളിയും അതോടൊപ്പം തന്നെ മറ്റ് വെപ്പ് വെള്ളങ്ങളുടെയും ഒക്കെ ഉണ്ട്. വെപ്പ് വെള്ളങ്ങളുടെ A ഗ്രേഡ് ഹീറ്റ്സാണ് ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ മത്സരം കഴിഞ്ഞാൽ നടക്കുക. എന്തായാലും വലിയ തരത്തിലുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് നെഹ്റു പവലിയനിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. വലിയ തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. കാണികളേറെ ആവേശത്തിലാണ്. അതായത് ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സിൽ പോലും ആവേശഭരിതരായി കാണികളുണ്ട്. മഴയുണ്ട് ഇപ്പോൾ, അതായത് പുന്നമടക്കായലിൽ ഇപ്പോൾ മഴയാണ്. ഈ മഴയത്ത് വാശിയോടുകൂടി തുഴയെറിഞ്ഞു വരുന്ന ഇരുട്ടുകുത്തി വെള്ളങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊന്നുമല്ല, ഇനി ഉച്ചയ്ക്ക് ശേഷം വരുന്ന ചുണ്ടൻ വെള്ളങ്ങൾ ആവേശത്തിന്റെ തിരമാലകൾ തീർത്തുകൊണ്ട് ഈ ഓളപ്പരപ്പുകളെ കീറിയെറിഞ്ഞുകൊണ്ട് വരുന്ന ഈ ചുണ്ടൻ വെള്ളങ്ങളെയാണ് എല്ലാവരും അങ്ങനെ കാത്തിരിക്കുന്നത്. എന്തായാലും ആദ്യ രീതിയിലുള്ള ആവേശം അത് ചെറുവെള്ളങ്ങൾ പകരുകയാണ്. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഈ മഴയത്തും ആവേശമൊട്ടും ചോരാതെ അങ്ങനെ ഇരുട്ടുകുത്തി സി ഗ്രേഡ് വെള്ളങ്ങൾ തുഴഞ്ഞെത്തുകയാണ്. അതിലാരാണ് ആദ്യ ഹീറ്റ്സിലെ വിജയി എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. ഇരുട്ടുകുത്തി സി ഗ്രേഡ് വെള്ളങ്ങളുടെ 1-ാം നിര 4 വെള്ളങ്ങൾ സെന്റ് സെബാസ്റ്റ്യൻ, ചെറിയ പണ്ഡിതൻ, ഹനുമാൻ, തട്ടകത്തമ്മ ഈ വള്ളങ്ങളാണ് തുഴഞ്ഞെത്തുന്നത്. മഴയത്തും ആവേശം ഒട്ടും ചോരുന്നില്ല. സുജിത്തും ബിബീഷും വിനീതും വിജിത്തും നേതൃത്വം നൽകുന്ന 4 വെള്ളങ്ങൾ. ആ 4 വെള്ളങ്ങൾ ഇപ്പോൾ ഇതാ ആ പുന്നമടക്കായലിൻ്റെ ഓളപ്പരപ്പിലൂടെ ഓളം തല്ലി ഇങ്ങനെ ആവേശത്തിരമാലകൾ തീർത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന കാഴ്ച കാണികളൊക്കെ ആവേശഭരിതരാണ്. കാരണം ആദ്യ ഹീറ്റ്സാണ്, ആദ്യ മത്സരമാണ്. 4 വെള്ളങ്ങൾ, അതിൽ 3 എണ്ണം ഇതാ ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുത്തു കഴിഞ്ഞു. അതിൽ തട്ടകത്തമ്മ, അതോടൊപ്പം തന്നെ ശ്രീമുരുകൻ അടുത്ത ഹീറ്റ്സിലാണ്. ആദ്യ ഹീറ്റ്സിൽ എത്തിവരുന്നു. സെന്റ് സെബാസ്റ്റ്യനും ചെറിയ പണ്ഡിതനും ഹനുമാനും തട്ടകത്തമ്മയും. അതിലത് ആവേശമൊട്ടും ചോരാതെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആവേശഭരിതരായി കാണികൾ ആരവങ്ങൾ മുഴക്കുമ്പോൾ അതാ 1-ാം നമ്പറായി ചെറിയ പണ്ഡിതൻ. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ നമുക്കറിയാം ആരാണ് വിജയി എന്നുള്ളത്. ഏതായാലും ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഇരുട്ടുകുത്തി സി ഗ്രേഡ് വെള്ളങ്ങൾ എത്തിക്കഴിഞ്ഞു. 1-ാം ഹീറ്റ്സിലേക്ക് എത്തുമ്പോൾ അതിലെ വിജയി ആരാണെന്ന് അല്പസമയം തന്നെ നമുക്കറിയാൻ ശ്രമിക്കും. എന്തായാലും ഈ ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ ഈ ഒരു ഹീറ്റ്സ് മഴയത്തും ആവേശം ഒട്ടും ചോരാതെ തന്നെ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി അല്പസമയത്തിന് ശേഷം അടുത്ത റൗണ്ടാണ്, അതായത് അടുത്ത ഹീറ്റ്സ് നമ്പർ 2-ലേക്ക് ഇരുട്ടുകുത്തിയുടെ സി ഗ്രേഡ് വള്ളങ്ങൾ അണിനിരക്കുകയാണ്. എന്തായാലും കാണികളെ സംബന്ധിച്ചിടത്തോളം ആവേശം തന്നെയാണ്. ആവേശം ഈ മഴയത്തും അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും കാലാവസ്ഥ ഇപ്പോൾ മഴ ആണ്, അതുകൊണ്ട് തന്നെ അതിന് വേണ്ട മറ്റ് ക്രമീകരണങ്ങളൊക്കെ ഈ പവലിയനുകളൊക്കെ ഒരുക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ നമുക്ക്
നോക്കിക്കഴിഞ്ഞാൽ ഇവിടേക്ക് എത്തുമ്പോൾ ഈ കപ്പുകൾ അങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാം. ഈ ട്രോഫികൾ അങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. ആരൊക്കെയാണോ വിജയി അവർക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള ട്രോഫികളാണ്. അതിൻ്റെയൊക്കെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഇവിടെയാണ് ഈ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക. അതിനുവേണ്ട ക്രമീകരണങ്ങളാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും ഇരുട്ടുകുത്തി ഉൾപ്പെടെയുള്ള ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു. സമയത്തിന് തന്നെ ആരംഭിക്കണമെങ്കിൽ മാത്രമേ ഈ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം. മനോജ്, ഞാൻ മടങ്ങി വരാം. നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് തുടക്കമായിരിക്കുകയാണ്. ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ പ്രാഥമിക മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉച്ചയ്ക്ക് മുൻപ് ചെറുവള്ളങ്ങളുടെ മത്സരമാണ്, പ്രാഥമിക മത്സരമാണ് നടക്കുന്നത്. ഉച്ച കഴിഞ്ഞാണ് 22ഓളം ചുണ്ടൽ വള്ളങ്ങൾ മത്സരങ്ങൾക്കായി ഇറങ്ങുന്നത്. എന്തായാലും വലിയ ആവേശക്കാഴ്ച പുന്നമടയുടെ തീരത്ത് നിന്ന് കാണാൻ കഴിയുന്നു. ഇതേ മഴയുടെ തീരങ്ങളിൽ വഞ്ചിപ്പാട്ടിന്റെ താളം ഉയരുകയാണ്. നെഹ്റു ട്രോഫിക്ക് ഔദ്യോഗികമായ തുടക്കമായിരിക്കുന്നു. ചെറുവള്ളങ്ങളുടെ മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. അരുൺ കൊടുങ്ങൂരിലേക്കും മനോജിലേക്കും മിഥുനിലേക്കും പോവുകയാണ്. അരുൺ കൊടുങ്ങൂരിലേക്കാണ്. അരുൺ, ഞാൻ മനസ്സിലാക്കുന്നത് ഫിനിഷിംഗ് പോയിന്റിലാണ് അരുൺ ഉള്ളത് എന്നതാണ്. ഏറ്റവും ആവേശം നിറയുന്നത് അവിടെയാണല്ലോ. ഇപ്പോൾ മത്സരം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? പറയും. ഗൗതം, എല്ലാ തവണത്തെയും പോലെ മഴ ഒരു ചെറിയൊരു ആശങ്ക ഈ സമയത്ത് ഉണ്ടായിരുന്നു. ചെറുവള്ളം അരുണിലേക്ക് ഞാൻ മടങ്ങി വരാൻ. സാങ്കേതിക പ്രശ്നങ്ങൾ, അവിടെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ ലൈവിൽ ചില തടസ്സങ്ങളുണ്ടായി. മിഥുൻ അയ്യപ്പനിലേക്കാണ് പോകുന്നത്. മിഥുൻ, ഇപ്പോൾ അടുത്ത ഘട്ടം ആരംഭിച്ചോ? നേരത്തെ നെഹ്റു ട്രോഫിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഈ ഇരുട്ടുകുത്തി ചെറുവള്ളങ്ങളുടെ മത്സരം ആരംഭിക്കുന്നത് കണ്ടിരുന്നു. ഇപ്പോൾ അതിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചിരിക്കുകയാണോ? ഗൗതം, ഇപ്പോൾ ഹീറ്റ്സ് മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരുട്ടുകുത്തി സി ഗ്രേഡ് വള്ളങ്ങളുടെ മത്സരമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 2 ഘട്ടം പൂർത്തിയായി കഴിഞ്ഞു. ഇത് 3ാം ഹീറ്റ്സ് ആണ് ഇപ്പോൾ നടക്കാനിരിക്കുന്നത്. ഈ 3ാം ഹീറ്റ്സിൽ 3 വള്ളങ്ങൾ മാത്രമാണ് ഈ 3ാം ഹീറ്റ്സിൽ മത്സരിക്കുന്നത്. ഇരുട്ടുകുത്തി 3ഉം 4ഉം ഹീറ്റ്സുകളിൽ 3 വള്ളങ്ങൾ മാത്രമാണ് മത്സരിക്കുന്നത്. അതിനുള്ള വള്ളങ്ങൾ ഇപ്പോൾ ഇതാ ട്രാക്കിൽ അണിനിരന്ന് കഴിഞ്ഞു. 1ാം ട്രാക്കിൽ മയിൽപ്പീലി വള്ളവും അന്തിമഹാകാളൻ ബോട്ട് ക്ലബ്ബ് തുഴയുന്ന മയിൽപ്പീലി വള്ളവും, 2ാം ട്രാക്കിൽ കിങ്സ് ബോട്ട് ക്ലബ്ബ് വൈശ്യം ഭാഗം തുഴയുന്ന സെന്റ് ജോർജ് 2ഉം, 3ാം ട്രാക്കിൽ BBC ഇല്ലിക്കൽ കാറളം ബോട്ട് ക്ലബ്ബ് തുഴയുന്ന ഇളമുറ തമ്പുരാൻ പമ്പവാസൻ വള്ളവുമാണ് ഇപ്പോൾ ട്രാക്കിൽ അണിനിരന്നിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അടുത്ത ഇവർക്ക് മത്സരം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകും. ഇപ്പോൾ 2 ഹീറ്റ്സുകൾ ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ സി ഗ്രേഡ് ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ 2 ഘട്ടം പൂർത്തിയാക്കി കഴിഞ്ഞു. 3ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ ഹീറ്റ്സ് മത്സരങ്ങളുടെ പ്രത്യേകത, ഇത് ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. കാരണം ഈ ഹീറ്റ്സ് മത്സരത്തിൽ ഏറ്റവും കുറഞ്ഞ സമയം ഫിനിഷ് ചെയ്യുന്ന വള്ളങ്ങളെയാണ് ഫൈനൽ മത്സരത്തിലേക്ക് പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ ഫൈനൽ മത്സരത്തെക്കാൾ ഏറ്റവും ആവേശത്തോടെ ആളുകൾ ഈ വള്ളക്കാർ തുഴയുന്ന മത്സരമാണ് ഹീറ്റ്സ് മത്സരങ്ങൾ എന്നുള്ളത്. കാരണം ഫൈനലിലേക്ക് യോഗ്യത നേടിക്കഴിഞ്ഞാൽ പിന്നെയും മത്സരിക്കേണ്ടത് 4 വള്ളങ്ങളോട് മാത്രമായിരിക്കും. പക്ഷേ ഹീറ്റ്സിൽ മത്സരിക്കേണ്ടത് ഈ രജിസ്റ്റർ ചെയ്തിട്ടുള്ള യോഗ്യത നേടിയിട്ടുള്ള എല്ലാ വള്ളങ്ങളിലെയും തുലനം ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഫിനിഷ് ചെയ്ത വള്ളങ്ങൾക്ക് മാത്രമേ ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫൈനൽ മത്സരത്തെക്കാൾ വള്ളക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മരണത്തുഴച്ചിൽ തുഴയുന്നത് ഈ ഹീറ്റ്സ് മത്സരങ്ങളിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഹീറ്റ്സ് മത്സരങ്ങൾക്ക് ആവേശം ഉയരുന്ന ഒരു കാഴ്ച ഉള്ളത്. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മത്സരങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ അമ്പയർമാർ നൽകുകയാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിലെ അമ്പയർമാർ കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകുന്നു. ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വള്ളങ്ങൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. ചില വള്ളങ്ങൾ മുന്നോട്ട് കയറ്റിവെക്കുക അടക്കമുള്ള കാര്യങ്ങളുണ്ടാകും. അത് ഈ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് മാറ്റുക. ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാറ്റിയതിനു ശേഷം ഉടൻ തന്നെ ആ വെടിശബ്ദം ഉയരും. അതോടുകൂടിയാണ് മത്സരങ്ങൾ ആരംഭിക്കുക. ഇപ്പോൾ 1-2 ഹീറ്റ്സുകൾ ഇരുട്ടുകുത്തി സി ഗ്രേഡ് വള്ളങ്ങളുടെ 2 ഹീറ്റ്സ് മത്സരങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇപ്പോഴിതാ അത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത ഘട്ടം ഹീറ്റ്സ് ഉടൻ തന്നെ ആരംഭിക്കും. ഗൗതം,
ഓക്കെ, മിഥുൻ എന്തായാലും വ്യക്തമാണ്. നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് തുടക്കമായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ തുടരുകയാണ്. അവിടെ മഴ ശക്തമായി പെയ്യുന്നുമുണ്ട്. എന്തായാലും നെഹ്റു ട്രോഫിയുടെ ആവേശ കാഴ്ചകൾ അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തുക. ഉച്ച കഴിഞ്ഞ് ചുണ്ടൻ വള്ളങ്ങൾ മത്സരത്തിനായി ഇറങ്ങുന്ന വേളയിലാണ്.